ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം വരെ സൈഡിൽ ബെല്ലേക്കല്ലേ അതിൽ ഓൾ വേണം എന്നൊക്കെ നമ്മളിവിടെ കൊത്തവേരേനെ മുറിച്ചിടുന്നുണ്ട് ഗൈസ്. ഉച്ചക്ക് വറവ് കൊത്തവേരയാണ്. പിന്നെ നമ്മളെ ചോറെല്ലാം റെഡിയായിട്ട് നമ്മളിവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പീലൂന് കുളിക്കാനുള്ള വെള്ളമാണ് ഗൈസ്. സോളാറിൽ പിന്നെ വെയിലില്ലാത്തതുകൊണ്ട് ചൂടുവെള്ളമില്ല. അങ്ങനെ നമ്മൾ മുറിച്ചിട്ട് കഴിച്ച് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കൊത്തവേരേന. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ഇടുന്നുണ്ട്, ഇതിലേക്ക് മഞ്ഞൾ പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെള്ളമെല്ലാം ഒഴിച്ചിട്ട് നമ്മളൊന്ന് ഇളക്കിയിട്ട് അവിടെ വെക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പാല് വന്നിട്ടുണ്ട് രാവിലെ തന്നെ. അങ്ങനെ നമ്മൾ പാലെല്ലാം നമ്മൾ അടുപ്പത്ത് കാച്ചാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. അരിച്ചിട്ട് കാച്ചാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഉച്ചക്ക് നമ്മളൊരു എരിശ്ശേരി വെക്കുന്നുണ്ട്. അതിന് വേണ്ടി നമ്മൾ ചക്കക്കുരു തോല് ഒളിക്കുന്നുണ്ട്. ചക്കക്കുരു, കുമ്പളങ്ങയും ചെറുപയറെല്ലാം ഇട്ടിട്ടുള്ള എരിശ്ശേരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാൻ രാവിലത്തെ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. പിന്നെ നമ്മൾ തേങ്ങ ചാണ്ടുന്നുണ്ട്. ഇവിടെയെല്ലാം നല്ല മഴയാണ് ഗൈസ്. പിന്നെ ഇത് അമ്മ ക്യാൻറ്റീനിൽ നിന്ന് കൊണ്ടുതന്ന ഒരു ബിസ്ക്കറ്റാണ് ഗൈസ്. നല്ല ടേസ്റ്റിയുള്ള ബിസ്ക്കറ്റാണേ. നമ്മൾ പാലിടുന്ന അമ്മണി കാച്ചുന്നുണ്ട്. നമ്മൾ ആ കൊത്തവരയിലേക്ക് തേങ്ങ ഇടുന്നുണ്ട്. പിന്നെ ഇത് പീലുവിൻ്റെ ഫുഡാണ്. ഇത് ബൊക്കോളിയും ക്യാരറ്റും പംകിനാണ് ഓളെ ഉച്ചക്കുള്ള ലഞ്ച്. നമ്മളത് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് റൈസും പിന്നെ റൈസ് വാട്ടറെല്ലാം ഒഴിച്ചിട്ടാണ് അവൾ ഫുഡ്. നമ്മളെ പാലിടെ കാച്ചുന്നുണ്ട്. അങ്ങനെ നമ്മളെ പാലിടെ തിളച്ച് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ പാൽ ഓഫാക്കുന്നുണ്ട്. പിന്നെ ഇത് ചക്കക്കുരു കഴുകുന്നതാണേ. പിന്നെ നമ്മൾ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചക്കക്കുരു, കുമ്പളങ്ങ, കുറച്ച് മഞ്ഞൾ പൊടി എല്ലാം ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചതാണ്. വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. അങ്ങനെ നമ്മളെ പീലുവിൻ്റെ ഫുഡ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റൈസും ബൊക്കോളും ക്യാരറ്റും പംകിനും റൈസ് വാട്ടറെല്ലാം ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം അരച്ചിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. പിന്നെ ഇത് പീലുവിന് ആപ്പിൾ വെച്ചിട്ടുണ്ട്. നമ്മളത് 3 മണിക്ക് ശേഷം കൊടുക്കും. പിന്നെ നമുക്കിവിടെ നല്ല ഫ്രഷായിട്ട് മീൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. തട്ടിപ്പച്ചി എല്ലാം മിസ്സായിട്ടുള്ള മീനാണ്. ഈ ഭാഗത്തെല്ലാം ചരു എന്ന് പറയും. നിങ്ങളെ ഭാഗത്തെല്ലാം ഈ മീനിനെ എന്താ പറയുന്നതെന്ന് പറയണേ. അങ്ങനെ എല്ലാം ഉണ്ട്. കടുവ, ബേളൂര്, ചെമ്മീൻ എല്ലാം മിക്സായിട്ടുള്ളൊരു മീനാണ്. അങ്ങനെയാണ് ഈ ഭാഗത്തെല്ലാം അതിൻ്റെ പേര് പറയുന്നത്, ചരുന്ന്. ഇതിലെല്ലാ മീനും ഉൾക്കൊടും ഗൈസ്. പിന്നെ മാന്ത വാങ്ങിയിട്ടുണ്ട്, എല്ലാം വാങ്ങിയിട്ടുണ്ട് നമ്മൾ. അമ്മ അങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട്. താഴെ പൂച്ചകളുണ്ട്. നമുക്ക് 2 പുതിയ പൂച്ചകൾ വന്നിട്ടുണ്ട്. ഞാൻ ഉടനെ ബ്ലോഗിലിടുന്ന അയക്കേ. നമ്മൾ മാന്ത പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾ പൊടി, ഉപ്പ്, മല്ലിപ്പൊടിയെല്ലാം ഇട്ടിട്ട് നമ്മൾ പെരക്കുന്നുണ്ട്. നമ്മൾ എരിശ്ശേരിയുടെ റെഡി ആയിരുന്നുണ്ട്. നമ്മൾ അതിലേക്ക് തേങ്ങ ഇടുന്നുണ്ട്. എരിശ്ശേരിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചാനലിൽ ഇടുന്നതായിരിക്കും. പിന്നെ നമ്മൾ മീൻ പെരക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ പെരക്കുന്നത്. അങ്ങനെ നമ്മളെ പീലു ഇവിടെ എണീച്ച് വന്നിട്ടുണ്ട്. കുഞ്ഞി കൈ കണ്ടോ ഗൈസ്, കയ്യിലെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയാണ്. അങ്ങനെ അമ്മേൻ്റെ വെളിച്ചെണ്ണ തീരാനായേ. അമ്മ വെളിച്ചെണ്ണ ഒരു 2 ബക്കറ്റിൽ നിറച്ചാക്കിന്. അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയെല്ലാം തീർന്ന് നമ്മൾ ഇതാ കുപ്പിയിൽ നിറച്ചിട്ടുണ്ട്. ഇത് റേഡിയോ വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ വറുത്തിടാനാണ് പോകുന്നത്. എരിശ്ശേരിക്കിലേക്ക് ചീൻചട്ടി, കടുക്, കായ്, മുളകെല്ലാം വെച്ചിട്ട് നമ്മൾ വറുത്തിടുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ ഇടുന്നുണ്ട്. നമ്മൾ നല്ലോണം ഇളക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എരിശ്ശേരിയിലേക്ക് അത് ഒഴിക്കുന്നുണ്ട്, വറുത്തിട്ടത്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഉടനെ ചാനലിൽ ഇടുക.
പിന്നെ നമ്മൾ മീൻ പൊരിക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പാനിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് പാനിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മൾ കരിയാപ്പില ഇട്ടിച്ചിട്ട് ഗൈസ് കടുകാന്ന് വായിൽ വരുന്നത്. നമുക്ക് നല്ല മാന്ത പൊരിച്ചെടുക്കാം ഗൈസ്. നിങ്ങളുടെ നാട്ടിലെന്നാ ഇതിൻ്റെ പേര് പറയാം? നമ്മുടെ നാട്ടിൽ മാന്ത എന്നാ പറയാം. കുഞ്ഞായാലും വലുതായാലും അതിനെ രണ്ടിനും മാന്താന്നേ പറയൂ. നമ്മൾ മാന്തേനെ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ മിക്സായിട്ടുള്ള മീൻ കറി വെക്കാനോ പോകുന്ന ചട്ടിയിലേക്ക് നമ്മൾ തക്കാളി മുറിച്ചിടുന്നുണ്ട്, പച്ചമുളക്, ഇഞ്ചി, കരിയാപ്പില, പിന്നെ നമ്മൾ പുളിവെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇത് തേങ്ങ അരപ്പാണ്. തേങ്ങ, മുളക് പൊടി, മഞ്ഞൾ പൊടി എല്ലാം ഇട്ടിട്ട് അരച്ചതാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മഷിയായിട്ട് അരക്കണേ. പിന്നെ പുളി പോരായിട്ട് നമ്മൾ കുറച്ച് പുളി ഒഴിക്കുന്നുണ്ട് വീണ്ടും. പിന്നെ അതിൽ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മൾ അടുപ്പത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ മീൻ ഇവിടെ മറിച്ചിടുന്നുണ്ട്. അങ്ങനെ നമ്മൾ മറിച്ചിടുന്നുണ്ട് മീൻ. പിന്നെ നമ്മൾ ഉച്ചക്ക് ലഞ്ച് കഴിക്കാൻ സമയമായി. അങ്ങനെ നമ്മൾ കുത്തരി ചോറാണ് കഴിക്കുന്നത്. പിന്നെ കൊത്തവര വറവ്, എരിശ്ശേരി, പിന്നെ മീൻ പൊരിച്ച മാന്ത പൊരിച്ചുണ്ട്, പിന്നെ മീൻ കറിയുണ്ട്. നമ്മളെല്ലാവരും ചോറ് വയ്ക്കുന്നുണ്ട്. പിന്നെ ചോറെല്ലാം വെച്ചതിന് ശേഷം നമ്മൾ വൈകുന്നേരം ചായക്ക് ഗൈസ് നമ്മൾ വൈകുന്നേരത്തെ ചായക്ക് നമ്മൾ ചക്കപ്പൊരിയാണ് ഉണ്ടാക്കുന്നത്. ചക്കപ്പഴം പൊരിയാണ് ഉണ്ടാക്കുന്നത്. അത് നേരത്തെ നമ്മൾ കൂട്ടി വെച്ചതാണ്. ഇതിൻ്റെ കൂട്ടിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചാനലിൽ ഇടുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ചക്കപ്പഴം പൊരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചക്കപ്പഴം പൊരിച്ചെടുക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഗൈസ് തിന്നാൻ. നിശ്ചയം നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഇപ്പുറത്തെ സൈഡ് മറിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു ബാച്ച് കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ബാച്ച് കൂടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സെക്കൻഡ് ബാച്ച് ഇടാനാണ് പോകുന്നത്. നമ്മൾ സെക്കൻഡ് ബാച്ച് കൂടെ ഇടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചക്കപ്പഴം പൊരി എടുക്കുന്നുണ്ട് ഗൈസ്. ഇത് ലാസ്റ്റ് ചക്കയാണ് ഗൈസ്. അങ്ങനെ ഇക്കൊല്ലത്തെ ചക്കയെല്ലാം കഴിഞ്ഞ് നമ്മളിത് ഫസ്റ്റ് ബാച്ച് പൊരിച്ചെടുത്തതാണ്. നമ്മൾ സെക്കൻഡ് ബാച്ചാണ് ഒട്ടിച്ചുള്ളത്. അത് നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അമ്മിണിപ്പെണ്ണില്ലേ, നമ്മളെ കുഞ്ഞിപ്പെണ്ണ്, ആ കുഞ്ഞിപ്പെണ്ണ് ഈ ചക്കപ്പഴം പൊരിച്ചൊന്നും തിന്നൂല. അതുകൊണ്ട് അമ്മ ഒക്കെ സ്പെഷ്യലായിട്ട് ഈത്തപ്പൊരി ആക്കുന്നുണ്ട്. അങ്ങനെ ഈത്തപ്പൊരിയും പൊരിച്ചെടുക്കുന്നുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ ചായ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും ചായ കഴിക്കാനാണ് പോകുന്നത്. വൈകുന്നേരത്തെ ചായ കുടിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ചായ എല്ലാം കുടിച്ചതിന് ശേഷം നമ്മൾ വൈകുന്നേരം സന്ധ്യക്ക് വിളക്ക് എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും ജപിക്കുന്നുണ്ട്. ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.